ഹലോ നമസ്കാരേ. അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോ കുറച്ച് ചെമ്മീൻ കൊണ്ടുവന്നേ. ചെറിയ ചെമ്മീനാണ്, ചെറുതാണ്. അപ്പൊ ഒന്നാക്കുന്നു ചെമ്മീൻ കറിയാക്കല്ലമ്മേ. എന്നാക്കുന്നമ്മേ ആ അമ്മ പറഞ്ഞ് വെറ്റിച്ച് വെച്ചോന്ന്. അച്ഛൻ എന്നാക്കണ്ട്? നല്ല ചാറ് വേണം. അച്ഛൻ സാറ് പോണില്ല, എന്നാ ചെയ്യലിപ്പാ. ഒരാൾ ചാറ് പറയുന്നു, ഒരാൾ വെറ്റിച്ച് വെക്കണം. എന്നാ ഒരു കാര്യം ചെയ്യും, ഐഡിയ നോക്കാം. അമ്മയും അച്ഛൻ രണ്ട് അഭിപ്രായം പറഞ്ഞു. ഇനി അതാ വെള്ളം വിടാൻ പറഞ്ഞിട്ട് അമ്മ പറഞ്ഞതാ ചെമ്മീൻ റോസ്റ്റ് ആണല്ലോ. അമ്മ പറഞ്ഞതാണ് ഇപ്പം അച്ഛൻ പിടിച്ചിനി. എന്നാ പിന്നെ ചെമ്മീൻ റോസ്റ്റ് ആക്കല്ലമ്മേ. ആക്ക് വേറെ ഒരു കറി കൂടെ വെച്ചാൽ മതിയല്ല. എന്താ എന്തല്ലേ തേങ്ങാപ്പാലാ? തേങ്ങാപ്പാല് ചേർത്ത് കഴിഞ്ഞാല് നല്ല ടേസ്റ്റ് ആണ്. പക്ഷെ തേങ്ങയില്ല. തേയില മുകളിലേ തേങ്ങയില്ല. ഞാൻ മനസ്സിട്ട സുരാട്ടൻ എന്ന നടുവിനെന്ന പ്രശ്നം ഉണ്ടെന്ന് പറയുന്നു. സുരാട്ടൻ നടുവിനെന്ന പ്രശ്നം. ശരിയാവും. ഞാൻ മുമ്പൊരിക്കൽ കേറിയിട്ട് അത് വെള്ളീരെ മുള്ളാണ്. അതിൽ പിന്നെ കാല് വാങ്ങാൻ പറ. പുരാണം പറഞ്ഞിട്ട് സമയങ്ങളെ എന്നാ നോക്ക്. ചെമ്മീനെടുക്ക് വേഗം. അച്ഛൻ നല്ല നമ്മള് കേറുന്ന കേട്ടാ. അച്ഛൻ സൂപ്പറാണ്. ഞാൻ ആരും വിളിക്കല്ല, നമ്മളെ തന്നെ പഠിക്കും. അന്നേരം ഇത്ര പീറ്റി ആയിട്ടല്ലേ ഇഷ്ടം പോലത്തെ അന്നേരം അത്ര ആരുമില്ലല്ല. അച്ഛൻ വലിയ നമ്മളും കറങ്ങി. ഏട്ടന്ന് മാത്രം കെട്ട് എനിക്ക് 2 കെട്ട് 3 കെട്ട് തേങ്ങ ഉറച്ചും പിടിക്കും. ഇപ്പൊന്നുമില്ലല്ലേ പോയിപ്പറ്റല്ലേ 10-55 അച്ഛാ. പുരാണം പറഞ്ഞ ഇവള് പണിയെടുക്കൂല, അവിടെ ഇങ്ങനെ നിക്കും. പിന്നെ ചെമ്മീൻ കറി ഉണ്ടാവില്ല, റോസ്റ്റ് ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. മതിപ്പാ, മതി. ഞാൻ അതേ പറഞ്ഞേ ഇല്ലൂപ്പാ. തേങ്ങയും പരിപ്പും എല്ലാം ചെയ്യും. ഇവർക്ക് ആർക്കാവില്ല. മോൾമാർക്ക് അങ്ങനെ പൊട്ടി പൊട്ടി. ഞാനോട് ഞാൻ മുമ്പ് കറണ്ടേ. ഇപ്പൊ എന്നൊരു കാല് പറ പിന്നെ കാലടക്കം ഞാൻ വേണ്ടി ഒന്നും പറ്റിയിട്ടൊന്നല്ല. വെള്ളിക്കാലടക്കം ജാനുവാഴ്ച പിടിക്കുന്നുണ്ട്. അമ്പു പറ്റിയാ പറഞ്ഞ ഒന്നും പറ്റിയിട്ടൊന്നല്ല. അല്ല കളഞ്ഞിട്ടല്ലേ പൊട്ടിട്ടല്ലേ. ഹലോ ചെമ്മീൻ എടുക്ക്. വീട് വായിച്ച വീടായി. അങ്ങനെയല്ല, അതാ ചെമ്മീൻ പാങ്ങാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ചോന്ന ചെമ്മീനാണ് അല്ലേ? ചോന്ന ചെമ്മീൻ രസമില്ലാത്ത ചെമ്മീൻ. അതെയാ? ചോന്ന ചെമ്മീനൊന്നുമില്ല വാങ്ങുന്നത്, വെള്ള ചെമ്മീൻ രസം. അതെയാ അവിടെ പറയുന്നു. അച്ഛനോട് ചോദിക്കറ, എന്നാല് അമ്മയോട് ചോദിക്കറ. ചോന്ന ചെമ്മീൻ രസം ഉണ്ടാവുക. എന്തെയാ? വെള്ള ചെമ്മീൻ. അപ്പൊ ഞാൻ എന്നാ പിന്നെ ഇങ്ങോട്ടാ അപ്പുറം കൊടുക്കാൻ എവിടെയെങ്കിലും വേണ്ടെങ്കിൽ. ഇത് നല്ല ടേസ്റ്റാണ് അല്ലേ? ഇത് ഏതായാലും ഉണ്ടാക്കി നോക്കല്ലേ. ഇതിന് വില കുറവാണ് നല്ല ഈ സാധനത്തിന്. ഇത് 100 രൂപ വാങ്ങിയതാ. ഇത്തപ്പോയത് ഉണ്ട്. നമ്മളാ ചേച്ചി കണ്ടവരെ ചേച്ചി ആയതുകൊണ്ടാണ് കൂടുതൽ തരുന്നു. ആ ചേച്ചിയുടെ വാങ്ങല്ലോ. കണ്ടവരെ ചേച്ചി കുറേശ്ശെ നല്ലോണം തരും. എന്നാ ഓർ പേര് ഞാൻ ഇത്തിരി മിഞ്ഞി വാങ്ങിയിട്ട് ഓർ പേര് വെച്ചിട്ടാ ചോദിക്കണം. കാനായിയാന്നോ ചങ്ങലത്താന്നോ നമുക്കറിയില്ല. ഒരു ദിവസം പറഞ്ഞു മീൻ വാങ്ങുന്ന വീഡിയോ എടുക്കണം അല്ലേ? എന്നാ ചേച്ചിനെല്ലാം കാണും. ആഴ്ച നല്ലോണം കൊടുക്കൂട്ടാ. കുറച്ചധികം എടുത്ത് തരും. അല്ലല്ലതാ ഇത് നുള്ളി നമുക്ക് അല്ല അല്ലേ?
ഞാൻ കൂടെ നുള്ളാൻ. വേണ്ട വേണ്ട ഇത് കൂട്ടണ്ട. ഇതാണ് എല്ലാം പൊട്ടിച്ചു വെക്കാൻ. അച്ഛൻ അമ്മ പറഞ്ഞ എന്തെങ്കിലും വർത്താനം പറയുന്നുണ്ട്. നച്ചു 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 നച്ചു. അമ്മ ചെമ്മീനുള്ളന്ന് ഏതാണ്ട് അതുപോലെ ആക്കാട്ടാ. അപ്പൊ നമ്മുടെ ചെമ്മി നുള്ളി 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 നുള്ളിയിട്ട് ഈ നുള്ളി എന്റെ നടു പൊട്ടി. ഓരോ ചെമ്മീൻ ഭയങ്കര പണിയാണ്. തിന്നാൻ പണിയുണ്ടോ അത് വേറെ കാര്യം. അതേ നടുവും പൊട്ടി. ചെമ്മീൻ ഇത്ര പോലെ ആയിട്ടുണ്ട് അല്ലേ. അപ്പൊ നമ്മുടെ ചെമ്മീനിടെ നല്ല വൃത്തി കഴുകി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് വേണ്ടുന്ന ചേരുവകൾ ലത റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ചെറിയ ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില. ഇതെന്നാ വേണ്ട? ഇതൊന്ന് ഒതുക്കണം. ഒതുക്കണം. അപ്പൊ ഇതൊന്ന് ഒതുക്കി എടുക്കട്ടെ. അല്ലൊന്ന് ജാലൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒതുക്കിയേ ഉണ്ടോ അല്ലേ? ഇതില്ല പച്ചപ്പ് ഇറങ്ങിയ ചിലപ്പോ ഇരുന്ന് ഒതുങ്ങൂല. ഇങ്ങനെ ഒതുക്കൊന്നും വേണ്ട. കറിവേപ്പില സാധനം തിന്നോ? ഇത് ഒതുക്കിയാന്ന് വേണ്ടേ കുറച്ചധികം ഒതുങ്ങി പോയി. ഒതുക്കിയത് കുറച്ച് അധികമായി പോയി കേട്ടോ. 2 കറക്കൽ അധികമായി പോയി. അതെല്ലാം എടുക്കറ. ഇനി കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മുടെ കാശ്മീരി അല്ലേ, കാശ്മീരി മുളക് പൊടി 1.5 സ്പൂണ്, സാദാ മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി ഇടുന്നുണ്ട്. എന്തിയാ കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം, ഒരു 2-3 സ്പൂൺ. നല്ല വൃത്തി ഒന്ന് കുഴച്ചിട്ട് അദ്ദേഹം സഹായിക്കുന്നതാണ്. അപ്പൊ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ചെമ്മീനിൽ നല്ല വൃത്തി മസാല പിടിച്ചിട്ടുണ്ട്. കുറച്ചൊരു 1/4 മണിക്കൂർ സമയം വെച്ചിട്ടുണ്ട്. നേരത്തെ കൈ പോയിന്ന് പറഞ്ഞിട്ട് അന്നാക്കിനോട്ടാ ആക്കാൻ. അപ്പൊ വെളിച്ചെണ്ണ ഏകദേശം ചൂടായില്ലേ? ചൂടായി. ഇട്ട് കൊടുക്കാൻ. കുറച്ച് അരപ്പ് ബാക്കിയുണ്ടേ, അതുകൊണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല മണമുണ്ട്. രുചി ഉണ്ടാവുന്ന പ്രതീക്ഷിക്കുന്നു വേണ്ട. ഇത് കണ്ടാൽ തന്നെ അറിയാം നല്ല കിട്ടുവാണ്. സ്പൂണിൽ കോരി എടുത്തു. ഇതാണ് മക്കളെ നമ്മളെ റോസ്റ്റ് വറ്റിച്ചത് എന്ന് പറയും. അപ്പൊ നമ്മുടെ രാത്രി ഭക്ഷണമാണ്, ചോറാണ്. അപ്പൊ അച്ഛനമ്മേനെ കഴിച്ചു, എല്ലാവരും കഴിച്ചിട്ടില്ല. ഇപ്പൊ ഞാൻ കുറച്ച് കഴിക്കാൻ വൈകി. അപ്പൊ ഇന്നത്തെ കറി പറഞ്ഞാൽ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ്, അതുപോലെ തന്നെ ഉച്ചക്കത്തെ കുറച്ച് മത്തിക്കറി ഉണ്ടായിനെ, അതേപോലെ ചെറിയൊരു മീൻ പൊരിച്ചത്. നമ്മൾ കഴിക്കാം. ആദ്യം നമ്മൾ റോസ്റ്റ് എടുത്ത് നോക്കാം. അതേപോലെ ചെമ്മീൻ റോസ്റ്റ് ഞാൻ കൂടി നേക്കാൻ. നല്ല റോസാണ്. ഇതേ വേണം ചോറ് കഴിക്കാൻ. ഇതേ അധികം കറി.
അടിപൊളി. കുഞ്ഞു മത്തിയാ, ഇപ്പൊ അധികം വരുന്ന കുഞ്ഞു മത്തിയാ. ഇത് പരലാണ് കേട്ടോ, പരല് പൊരിച്ചതാ. ഉച്ചക്ക് ആക്കാൻ ബാക്കിയാണ്. നല്ല എരിവുണ്ട്. രാത്രി ഞാൻ അധികം ചപ്പാത്തി കഴിക്കലേ, ഇടക്കിടക്ക് ചോറ് കഴിക്കും. കുറച്ച് കഴിക്കല്ലേ ചോറില്ല. ഇങ്ങനത്തെ കറിയിലുണ്ടാകുമ്പോ ചോറ് കഴിച്ചിട്ട് അങ്ങനെ അതൊരു തൃപ്തിയാവില്ല അല്ലേ. ഈ പരലും പൊരിക്കാൻ നല്ലതാണ് കേട്ടോ, പൊരിക്കാൻ നല്ല ടേസ്റ്റാണ്. മുള്ളുണ്ട്. എന്നാ പിന്നെ